ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ വരുണിൻ്റെ അടുത്ത് രാധിക പറയുന്നുണ്ട്, എന്തായാലും സുവർണയുടെ ആ പ്ലാൻ വിജയകരമായിട്ട് വിജയിച്ചു. ഒരുപാട് പ്രാവശ്യം പ്ലാനൊക്കെ തെന്നിപ്പോയെങ്കിലും അവൾ അവസാനം സക്സസ് ആയി എന്നൊക്കെ പറയുമ്പോൾ വരുൺ പറയുന്നുണ്ട്, എന്തായാലും ഇതിനെ അഭിനന്ദിച്ചേ പറ്റൂ സുവർണേനെ. എന്തൊക്കെ പറഞ്ഞാലും അവളുടെ പണി ചെയ്തല്ലോ എന്ന് പറയാണ്. അത് ശരിയാ എന്ന് പറഞ്ഞിട്ട് രാധികാമ്മ സുവർണയുടെ ഫോണിലേക്ക് വിളിക്കുകയാണ്. സുവർണ ആ സമയത്ത് അജാസിൻ്റെ കൂടെ ഹോസ്പിറ്റലിലായിരിക്കട്ടെ. സുവർണ ഫോൺ എടുക്കുന്നുണ്ട്. ഹലോ മാം, എന്താ മാം വിളിച്ചതെന്ന് ചോദിക്കുമ്പോൾ, എന്തായാലും നിൻ്റെ പ്ലാൻ വിജയിച്ചു അല്ലേ, അവസാനം കൺഗ്രാജുലേഷൻസ്, നീ എന്നെ ഒരുപാട് സഹായിച്ചു, ഒരുപാട് ഹെൽപ്പ് ചെയ്തു, സന്തോഷമുണ്ടെന്നൊക്കെ പറയുമ്പോൾ, മേഡം എന്തിൻ്റെ കാര്യമായി പറയണത് എന്ന് ചോദിക്കുമ്പോൾ, ഗീതുവിനെ ബാംഗ്ലൂർ വെച്ച് അപായപ്പെടുത്താമെന്ന് നീ പറയല്ലേ, ഇപ്പോൾ അവൾക്ക് അപകടം പറ്റിയല്ലോ, അതിൻ്റെ പിന്നാലെ നീയാണെന്ന് എനിക്കറിയാം, എന്തായാലും വളരെയധികം നന്ദിയുണ്ട് എന്നൊക്കെ പറയുക കേട്ടോ. ആ സമയത്ത് സുവർണ അപ്പം തന്നെ ആ ക്രെഡിറ്റ് കൊണ്ട് ഏറ്റെടുക്കുവാണ്. എന്തായാലും ഞാൻ മേഡത്തിന് കൊടുത്ത വാക്കല്ലേ, അത് ഞാൻ പാലിക്കാതിരിക്കാൻ തോന്നുന്നുണ്ടോ നോക്കിയേ, നമ്മുടെ ഗോവിന്ദ് സാറിന് ഒരു അപകടം പോലും പറ്റാണ്ട് ഞാൻ ഗീതുവിനെ മാത്രം അപകടപ്പെടുത്തി എന്നൊക്കെ വലിയ വീമ്പിളക്കുവാണ് കേട്ടോ. അജാസിനോട് അത് പറയുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ല അജാസിന്, ഞാൻ ഗോവിന്ദ് സാറിന് ഒരു പൊടി പോലും പോരേൽപ്പിക്കില്ലെന്നതേ, ഗീതുവിനെ എൻ്റെ ഗുണ്ടകൾ ശരിപ്പെടുത്തിയിട്ടുണ്ട്, ഇപ്പോൾ ഹോസ്പിറ്റലിലാണ് കിടക്കണത് എന്ന് പറയുമ്പോൾ അജാസ് പറയുന്നുണ്ട്, നീ അത്ര നല്ല വലിയ പുള്ളിയൊന്നും ആവണ്ട, നീ ആ ചേതൻ ഗ്രൂപ്പിൻ്റെ സ്പൈ ആണെന്നൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം, നിൻ്റെ ഉദ്ദേശം ഗോവിന്ദ് സാറിനെയും അയാളുടെ കുടുംബത്തെ ഇല്ലാതാക്കല്ലേ. അപ്പോൾ സുവർണ പറയുന്നുണ്ട്, ചേതൻ ഗ്രൂപ്പിൻ്റെ സ്പൈ ആയിരുന്നു ഞാൻ, പക്ഷേ ഇപ്പോൾ അവരുടെ സ്പൈ ഒന്നും അല്ലെന്ന് പറയുമ്പോൾ അജാസ് പറഞ്ഞു, ഞാൻ ഇവിടെ നിന്ന് എഴുന്നേക്കട്ടെ, എല്ലാം ഞാൻ തെളിയിക്കുന്നുണ്ട് എന്ന് സുവർണയുടെ പറയാണ്. അത് കഴിഞ്ഞ് കാണിക്കണ പ്രിയനെയാണ്. പ്രിയ ആകെ വിഷമിച്ച് കരയാണ്. എല്ലാത്തിനും കാരണം ഞാനാണെന്ന് പറയുമ്പോൾ ഭദ്രൻ ചോദിക്കുന്നുണ്ട്, അതെങ്ങനെയാണ് മോളാവുന്നതെന്ന് ചോദിക്കുമ്പോൾ, എല്ലാം എൻ്റെ പിടിവാശി കാരണോ, ഈ വിനോദിനെ കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പിടിവാശി പിടിച്ചുകൊണ്ടല്ലേ എൻ്റെ ചേട്ടനെ ഗീതു ചേച്ചി കെട്ടേണ്ടി വന്നത്, അതുകൊണ്ടല്ലേ ഇത്ര അപകടം ഉണ്ടായത്, മര്യാദയ്ക്ക് ഇവിടെ ജീവിക്കണ ഗീതു ചേച്ചിക്ക് അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു അപകടം വരില്ലായിരുന്നു എന്നൊക്കെ പ്രിയ പറയുമ്പോൾ ഭദ്രൻ പറയണ്ടേ, പൊന്നുമോളെ അല്ലെങ്കിൽ തന്നെ ഞങ്ങളോട് നെഞ്ചു പൊട്ടിയിരിക്കുകയാണ്, അതിനിടയ്ക്ക് നീയും കൂടി ഇങ്ങനെ ഓരോന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കില്ല എന്ന് പറയാണ്. വിലാസിൻ്റെ കാര്യം ഭദ്രൻ പറയുന്നുണ്ട്, വിലാസിന് നീ കരയില്ലേ, മോൾക്കൊന്നും സംഭവിക്കില്ലെന്ന് പറയുമ്പോൾ വിലാസിന് പറയുന്നുണ്ട്, അവൾ എൻ്റെ അടുത്ത് പോലും ഇല്ല, അവളിപ്പോൾ എന്ത് അവസ്ഥയിലാണെന്ന് പോലും എനിക്കറിയില്ല, എനിക്ക് എൻ്റെ മോളെ കാണണം, പാവം എൻ്റെ മോള് എനിക്കൊന്ന് കണ്ടാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര കരച്ചിലാണ് കേട്ടോ, എനിക്ക് എൻ്റെ ഒരേ ഒരു മോളാന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര വിഷമവും കരച്ചിലൊക്കെയാണ്. ഭദ്രൻ വിലാസിനെയും കൂട്ടിക്കൊണ്ട് റൂമിൽ പോകുന്നുണ്ടെങ്കിലും വിലാസിനെ ഇങ്ങനെ കരഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്, മോളെ കാണണം എന്നൊക്കെ പറഞ്ഞിട്ട്. പ്രിയനെ സമാധാനിപ്പിക്കേണ്ട വിനോദ്, പ്രിയ നീ ഇങ്ങനെ കരയില്ലേ, നിൻ്റെ വയറ്റിലൊരു കുഞ്ഞുള്ളതാണ്, ഇങ്ങനെ കരയാൻ പാടില്ലെന്ന് നിനക്കറിയില്ലേ, പിന്നെ ചേച്ചിക്കൊന്നും സംഭവിക്കില്ല, നിന്നെക്കാളും വലിയൊരു ബന്ധമാണ് എനിക്ക് ചേച്ചിയായിട്ടുള്ളത്, അറിയാലോ, എൻ്റെ ഒരേ ഒരു ചേച്ചിയാണ്, അതുകൊണ്ട് എനിക്ക് എന്തുമാത്രം വിഷമമുണ്ടാവും, നീ ഇങ്ങനെ വിഷമിക്കല്ലേ, എന്നെയും കൂടി സങ്കടപ്പെടുത്തല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് പ്രിയനെ ആശ്വസിപ്പിക്കുകയാണ് വിനോദ്. അതിനുശേഷം കാണിക്കുന്നത് നമ്മുടെ വിലാസിനാണ്. വിലാസിന് ഭദ്രനോട് പറഞ്ഞിട്ട് ഓരോരോ കാര്യങ്ങൾ പറഞ്ഞ് വിഷമിച്ച് പൊട്ടിക്കരയുവാണ് കേട്ടോ. പിന്നെ കാണിക്കുന്നത് വിജയലക്ഷ്മി സുബ്രഹ്മണ്യത്തെയാണ്. പ്രാർത്ഥനാ റൂമിൽ നിന്നിട്ട് ദൈവങ്ങളുടെ ഭജനകൾ ഓരോന്നായിട്ട് പാടിക്കൊണ്ടിരിക്കുകയാണ്. പാട്ടിൻ്റെ രൂപത്തിലാണ് കേട്ടോ ഈ സീനുകളൊക്കെ കാണിക്കുന്നത്. അങ്ങനെ ഭഗവാന്റെയും ഭഗവതിയുടെയൊക്കെ വിളിച്ചിട്ട് ഓരോരോ കീർത്തനങ്ങൾ, അറിയാവുന്ന കീർത്തനങ്ങളെല്ലാം പാടിക്കൊണ്ടിരിക്കുകയാണ്. വിജയലക്ഷ്മി സുബ്രഹ്മണ്യത്തിൻ്റെ അവിടുത്തെ സഹായിയായിട്ടുള്ള ഒരു പെണ്ണും ഒരാളും അത് നോക്കിക്കൊണ്ട് ഇങ്ങനെ ഇരിക്കുക കേട്ടോ. മാഡം ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് ഗീതുക്ക് അപകടം പറ്റിയതും, ഗീതുവിൻ്റെ കൈകൾ പിടിച്ചതും, ഗീതുവിന് ഓപ്പറേഷൻ തിയേറ്ററിൽ കൊണ്ടുപോയതും, ഓപ്പറേഷൻ തിയേറ്ററിൽ അതായത് ശ്വാസം പോലും കിട്ടാതെ ഗീതു മരണത്തോട് മല്ലടിച്ച് കിടക്കുന്ന ആ രൂപമൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടുത്തെ അയാൾ ചോദിക്കേണ്ടത്, എന്താ മേഡം ഒന്ന് പതിവില്ലാണ്ട് ഇങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് ചോദിക്കുമ്പോൾ ആ പെണ്ണ് പറയേണ്ടത്, മേഡം ഇന്ന് രാവിലെ വരുന്ന സമയത്ത് ഒരു പെണ്ണിന് അപകടം പറ്റി റോട്ടിൽ വെച്ചിട്ട്, ഭയങ്കര ക്രിട്ടിക്കലാണ്, ആ പെണ്ണിൻ്റെ അപകട വാർത്ത അറിഞ്ഞപ്പോൾ തൊട്ട് മേഡം ഇങ്ങനെയാണ് പാവം, അറിയാവുന്ന ദൈവങ്ങളൊക്കെ വിളിച്ച് പ്രാർത്ഥിക്കുവാണ്, ആ പെണ്ണിനെ രക്ഷപ്പെടണമെന്ന് പ്രാർത്ഥിക്കുവാണ്, പാവം മേഡം എന്നൊക്കെ പറഞ്ഞിട്ട് അവരിങ്ങനെ ഇപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. അങ്ങനെ ഡോക്ടർ ഗീതുവിൻ്റെ ആരോഗ്യനില തരണം ചെയ്ത കാര്യം സന്തോഷത്തോടുകൂടി മനസ്സിലാക്കുകയാണ്. ഗീതു ഇപ്പോൾ ശ്വാസം നന്നായിട്ട് എടുക്കുന്നുണ്ട്. നേഴ്സ് വിജയലക്ഷ്മിനെ വിളിക്കുവാണ്. ഹലോ മേഡം, ഞാൻ നേഴ്സ് ആൻമേരി, മേഡം ഗീതുവിനിപ്പോൾ ഓക്കെ ആയിട്ടോ, ഇപ്പോൾ ശ്വാസമൊക്കെ എടുക്കാൻ തുടങ്ങുന്നുണ്ട്, മെഡിസിനോട് പ്രതികരിക്കുന്നുണ്ടെന്ന് പറയുമ്പോൾ വിജയലക്ഷ്മിക്ക് സന്തോഷമാണ്. ദൈവം എൻ്റെ പ്രാർത്ഥന കേട്ടു എന്നൊക്കെ പറഞ്ഞ് സമാധാനിക്കുകയാണ്. അതിനുശേഷം കാണിക്കുന്നത് നമ്മുടെ ഗോവിന്ദനെയാണ്. ഗോവിന്ദൻ്റെ ഫോണിലേക്ക് അയ്യപ്പേട്ടൻ വിളിക്കുകയാണ്. മോനെ ഇപ്പോൾ ചോദിക്കണത് ശരിയല്ലെന്നറിയാം കുഞ്ഞെ, എന്നാലും ചോദിച്ചു പോവാ, ഗീതുമോൾക്ക് എങ്ങനെയായി അപകടം പറ്റിയത്, ഇനി ആരെങ്കിലും മനഃപൂർവ്വം കരുതിക്കൂട്ടി ചെയ്തതാണോ എന്ന് അയ്യപ്പേട്ടൻ ചോദിക്കുമ്പോൾ ഗോവിന്ദ് പറയുന്നുണ്ട്, ഇല്ല, ഇത് കരുതിക്കൂട്ടി ചെയ്ത് തന്നെയാണ്, അവൾ മനഃപൂർവ്വം ചെയ്തതാണ് അയ്യപ്പേട്ട, മരിക്കാൻ വേണ്ടി തന്നെ അവൾ ചെയ്തതാണ്, എന്തിനാ ഗീതുമോൾ അങ്ങനെ ചെയ്തത് എന്ന് അയ്യപ്പേട്ടൻ ചോദിക്കുമ്പോൾ ഗോവിന്ദ് പറയുന്നുണ്ട്, അവൾ കിഷോറിൻ്റെ കൂടെ തന്നെ പോകാൻ വേണ്ടി പുറപ്പെട്ടതാണ്, പക്ഷേ കിഷോർ നമ്മൾ വിചാരിച്ച പോലെ തന്നെ വേറൊരു പെണ്ണായിട്ടൊരു ബന്ധമുണ്ടെന്ന് മാത്രമല്ല, ഒരു പെണ്ണെ കല്യാണം കഴിച്ച് ജീവിക്കുകയാണ് അവനിവിടെ. അത് പറയുമ്പോൾ ആ പെൺകുട്ടിയെ മോൻ കണ്ടോ എന്ന് അയ്യപ്പേട്ടൻ ചോദിക്കുമ്പോൾ, ഇല്ല, ഞാൻ കണ്ടില്ല, ഇതൊക്കെ എന്നോട് മഹേഷ് പറഞ്ഞതാണ്, മാത്രമല്ല ആ പെൺകുട്ടിനെ വിവാഹം ചെയ്ത് അവൻ സുഖമായിട്ടിരിക്കുന്ന സമയത്ത് ഗീതു അവനെക്കുറിച്ച് ആലോചിച്ച് വിഷമിച്ച് ഇവിടെ കഴിയായിരുന്നില്ലേ, അവൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് 2 മാസമായി, അതുമാത്രമല്ല അവൻ ഗീതുവിനെ പൈസക്ക് വേണ്ടി വിറ്റു, അത് പോരാതെ അവളെ മുതലെടുക്കാനും നോക്കിയെന്നൊക്കെ പറയുമ്പോഴേക്കും
അയ്യപ്പേട്ടനെ ദേഷ്യം വരുവാണ്. അവനവിടെ വെറുതെ വെക്കരുതെന്ന് പറയുമ്പോൾ ഗീതുമോളുടെ ഇപ്പോൾ അവസ്ഥ എങ്ങനെയാണെന്ന് ചോദിക്കുമ്പോൾ മരണത്തിനപ്പുറമാണ് ഇപ്പുറമായിട്ട് നിൽക്കുവാണ് അയ്യപ്പേട്ട. അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ കിഷോറിനെ ഞാൻ വെറുതെ വിടില്ല എന്നൊക്കെ പറയുക കേട്ടോ. അപ്പം തന്നെ നമ്മുടെ ഡോക്ടർ വരുന്നുണ്ട്. അയ്യപ്പേട്ട ഞാനിപ്പോൾ വിളിക്കാമെന്ന് പറഞ്ഞിട്ട് ഗോവിന്ദ് ഫോൺ വെക്കുവാണ്. ഗണപതി ഭഗവാനെ പ്രാർത്ഥിക്കുകയാണ് അയ്യപ്പേട്ടൻ. അതിനുശേഷം ഗോവിന്ദ് ഡോക്ടറോട് ചോദിക്കുന്നുണ്ട്, ഡോക്ടർ എന്തായാലും ചോദിക്കുമ്പോൾ ഡോക്ടർ നമ്മുടെ ഗോവിന്ദിൻ്റെ മുഖത്തേക്ക് നോക്കുവാണ്. അതിനുശേഷം പറയുന്നുണ്ട്, ഒരു സന്തോഷ വാർത്തയാണ്, ഗീതു മെഡിസിനോട് പ്രതികരിച്ചു തുടങ്ങി, അവളിപ്പോൾ ഫിസിക്കലി നോർമലായിക്കൊണ്ടിരിക്കുകയാണ് ഗോവിന്ദ എന്ന് പറയുമ്പോൾ ഗോവിന്ദിന് സന്തോഷം കൊണ്ട് ഡോക്ടറെ കൈ പിടിക്കുകയാണ്. വളരെ നന്ദിയുണ്ടെന്ന് പറയുമ്പോൾ ഡോക്ടർ പറയുന്നുണ്ട്, ആശ്വസിക്കാനായിട്ടില്ല, ഫിസിക്കലി ഓക്കെ ആയി, പക്ഷേ മെൻ്റലിയും കൂടി ഓക്കെ ആണെന്ന് നമുക്കറിയണം. അവൾ നമ്മുടെ സംസാരം കേൾക്കുന്നുണ്ടെങ്കിൽ അവൾ മെൻ്റലി ഓക്കെ ആണ് എന്നാണ് അർത്ഥം. എൻ്റെ സംസാരമല്ല ഗോവിന്ദൻ്റെ. അവൾക്ക് പ്രിയപ്പെട്ട ആരുടെ സംസാരമാണ് അവൾക്ക് കേൾക്കേണ്ടത്. ആ സംസാരം കേൾക്കുമ്പോൾ അവളത് റിയാക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അവൾ ജീവിതത്തിലേക്ക് തീർച്ചയായിട്ടും പഴയ ഗീതുവായിട്ട് വരും എന്ന് പറയുവാണ്. ഗോവിന്ദ് വാ, ഗീതാഞ്ജലിയെ ഒന്ന് വിളിച്ച് നോക്കാം, അവൾ പ്രതികരിക്കുന്നുണ്ടോ നോക്കാമല്ലോ എന്ന് പറഞ്ഞിട്ട് ഗോവിന്ദനെയും കൂട്ടിക്കൊണ്ട് ഡോക്ടർ ഓപ്പറേഷൻ തിയേറ്ററിൻ്റെ ഉള്ളിൽ ഐസിയുടെ ഉള്ളിലേക്ക് കയറ്റുവാണ്. അപ്പോഴേക്കും ഗീതു ഇങ്ങനെ ശ്വാസമൊക്കെ ഇങ്ങനെ ചെറുതായിട്ട് നോർമൽ പോലെ എടുക്കുന്നുണ്ട് കേട്ടോ. ഗീതാഞ്ജലി എന്ന് ഡോക്ടർ വിളിക്കുമ്പോൾ ഗീതു റെസ്പോണ്ട് ചെയ്യുന്നില്ല. അതിനുശേഷം ഡോക്ടർ പറയുന്നുണ്ട്, ഗോവിന്ദ് ഇവിടെ ഇരിക്കുക, ഗോവിന്ദ് വിളിച്ച് എങ്ങനെയാണ് സ്നേഹത്തോടെ ഗീതുവിനെ വിളിക്കുന്നത് അതുപോലെ തന്നെ വിളിക്കണം. അവൾക്ക് മനസ്സിലാവണം ഗോവിന്ദ് അവളുടെ അടുത്തുണ്ടെന്നുള്ള കാര്യം, അവൾ മെൻ്റലി റെസ്പോണ്ട് ചെയ്യണം എന്നൊക്കെ പറയുവാണ്. അങ്ങനെ ഗോവിന്ദ് അവിടെ ഇരിക്കുവാണ്. കുറച്ചു നേരം ഗീതുവിനെ നോക്കുന്നുണ്ട്. അതിനുശേഷം ഗീതുവിൻ്റെ കൈകൾ ഗോവിന്ദ് ചേർത്ത് പിടിക്കുവാണ്. അതിനുശേഷം അവളെ ഗീതുവിനെ ഗീതു എന്ന് വിളിക്കാൻ വേണ്ടി ഇങ്ങനെ തുടങ്ങണ ഒരു ഭാഗത്തോട് കൂടിയിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.